ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ റീവാലുവേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി 2024 ജൂണിൽ നടന്ന ടേം ആൻഡ് എക്സാമിനേഷൻ്റെ റിസൾട്ടൊക്കെ കുറച്ചായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വന്നിട്ടില്ല, കുറച്ച് സബ്ജക്ട്സ് വെച്ചാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് വരാൻ ഉള്ളവരൊന്ന് വെയിറ്റ് ചെയ്യുക. പക്ഷെ പലർക്കും റിസൾട്ട് വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച മാർക്കുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർ ഫെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപോലെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്കിത് പാസ്സായി കിട്ടുക, അല്ലെങ്കിൽ എപ്പോഴാണ് റീവാലുവേഷന് കൊടുക്കാൻ പറ്റുക, മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജൂണിൽ നടന്ന ടേം ആൻഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് റീവാലുവേഷന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ റീവാലുവേഷൻ്റെ പോർട്ടൽ ജൂലൈ 29 ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിവാലുവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിവാലുവേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ആണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഇഗ്നോ റിവാലുവേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുവഴി നിങ്ങളുടെ ID കാർഡൊക്കെ അപ്ലോഡ് ചെയ്ത് മറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന എക്സാം സെൻറ്റർ കോഡൊക്കെ കൊടുത്ത് റിവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റിവാലുവേഷൻ അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എഴുതിയ എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് റിവാലുവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇപ്പോൾ MCQ ടൈപ്പ് മീൻസ് ഈ OMR ഷീറ്റിലൊക്കെ എക്സാംസ് വരുന്ന സബ്ജക്റ്റുകളുണ്ട്. എക്സാമ്പിൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകൾ, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കൊന്നും നമുക്ക് റിവാലുവേഷന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നോർമലി നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ സബ്ജക്ട്സിൻ്റെ റിവാലുവേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് വന്ന് 40 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും റിവാലുവേഷന് കൊടുത്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ റിവാലുവേഷൻ ആണോ കൊടുക്കാൻ താല്പര്യം, ആ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്ന് 40 ദിവസത്തിനുള്ളിൽ തന്നെ ഓൺലൈനായിട്ട് റീവാലുവേഷന് ഫീ അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീവാലുവേഷൻ ആ ഒരു സബ്ജക്റ്റിന് കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ ഷീറ്റിൻ്റെ പകർപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതാത് സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്ന് 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് റിവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന്. പക്ഷെ അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ട് വന്ന് 40 ഡേയ്സിനുള്ളിൽ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫീ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ റിവാലുവേഷൻ ഇനി കൊടുക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 750 രൂപയാണ് വരുന്നത്. ഇനി ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടതെങ്കിൽ 100 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത് കേട്ടോ. ഇനി ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിയും റിവാലുവേഷനും രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ 850 രൂപയാണ് ഒരു സബ്ജക്റ്റ് നിരക്കിൽ വരുന്നത്. റിവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എക്സാം സെൻറ്റർ കോഡൊക്കെ കൊടുക്കണം. മിസ്റ്റേക്ക് വന്നാൽ റിവാലുവേഷൻ സക്സസ്ഫുൾ ആവില്ല കേട്ടോ. ഓൾസോ റിവാലുവേഷൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ റിവാലുവേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്. റിവാലുവേഷൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുമോ, അല്ല ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പാസ്സായി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിവാലുവേഷന് കൊടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഴുതിയ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, പാസ്സാവേണ്ട മാർക്ക് ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടി കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് കൊടുക്കാൻ. കാരണം ഒരു സബ്ജക്റ്റിന് 750 രൂപയാണ്. അപ്പോൾ ചുമ്മാ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫീ പോകത്തേ ഉള്ളൂ. അപ്പോൾ മാർക്ക് കിട്ടും, കൂടി കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിവാലുവേഷന് കൊടുക്കാവുന്നതാണ്. ഓൾസോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ് എക്സാം അപ്ഡേറ്റ്സും മറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അറിയാനായിട്ട് നമ്മളുടെ പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.